ബോർഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫാക്ടറൈസേഷൻ മെത്തേഡായിരുന്നു നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിലായിരുന്നു ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കതിൽ ചെറിയൊരു മെത്തേഡ് വരുന്നുണ്ട്, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിന് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഈ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അത്ര റെലവൻ്റ് അല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചോദിക്കാറില്ല. അതിനിപ്പോൾ ശ്രീധേഴ്സ് മെത്തേഡ് എന്നും പറയും. അതൊരു ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. അത് അത്ര റെലവൻ്റ് അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കി രണ്ടും ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഫാക്ടറൈസേഷൻ ആണെങ്കിലും ശരി. ഇനി ഫാക്ടറൈസേഷൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ റൂട്ട്സ് വരുന്നത് എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലിങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ മെത്തേഡിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതായത് 4x² + 4x + 1 = 0. ഓക്കെ, അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 2 ഐഡൻറ്റിറ്റീസ് ഉണ്ട്, ആൾജിബ്രൈക് ഐഡൻറ്റിറ്റീസ്. അല്ലെ, നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. ഒന്നെന്താണ് a + b² = a² + 2ab + b². അത് കഴിഞ്ഞിട്ട് a - b² = a² - 2ab + b². അപ്പോൾ ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ രൂപത്തിലേക്ക് നമ്മൾ ആദ്യം ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തിച്ചിട്ട് അത് സോൾവ് ചെയ്യലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ എഴുതി വെക്കുക. അതിൽ നമ്മളത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുന്ന ഈ സാധനം ഉണ്ടല്ലോ, സി കോൺസ്റ്റൻറ്റ്, അതിനടുത്ത് എങ്ങോട്ടേക്ക് എഴുതുക, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എഴുതുക, RHSലേക്ക് എഴുതുക. അപ്പോൾ എങ്ങനെ വരുന്നു വെച്ചാൽ 4x² + 4x = -1. ഓക്കെ, -1 എന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന x² നേരെ വരുന്ന കോഎഫിഷ്യൻ്റ്, അതായത് 4, അതുണ്ടാകാൻ പാടില്ല. x² എപ്പോഴും 1 എന്നുള്ള കോഎഫിഷ്യൻ്റിലായിരിക്കും ഉണ്ടാവേണ്ടത്. അപ്പോൾ 1 എന്നുള്ള കോഎഫിഷ്യൻ്റിൽ എത്തിക്കണം എന്ത് വേണം, ഈ 4 ഇതിനെന്ത് ചെയ്യണം, നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 4 കൊണ്ട് ഇതിന് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, എല്ലാത്തിനും എന്ത് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ 7 ആണെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാത്തിനും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ 4 കാണുന്ന വിചാരിക്കുക. ചിലപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും സംഖ്യ ആണെങ്കിൽ ഇവിടെ വരുന്നതിനായിട്ടാണ് എല്ലോ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് x² + x = -1/4. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത് എക്സിന് നേരെ വരുന്ന കോഎഫിഷ്യൻ്റ് എടുത്ത് പുറത്തേക്ക് എഴുതുക. എക്സിന് നേരെ വരുന്ന കോഎഫിഷ്യൻ്റ് 1 ആണ്. അതിനെ പകുതിയാക്കുക, അതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പകുതിയാക്കാന്ന് വെച്ചാൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1/2 എന്താണ്, 1/2 തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 1/2 എന്ത് ചെയ്യുക, ഈ 1/2 നമ്മൾ സ്ക്വയർ ചെയ്യാം. ഓക്കെ, 1/2 സ്ക്വയർ ചെയ്യുമ്പോൾ വരുന്നത് 1/4 ആണ്. ഓക്കെ, 1/4 ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ 1/4 എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും ആഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ, x² + x + 1/4 = -4 + 1/4. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്താ വരുന്നത്, ഈ ഭാഗത്ത് നോക്കുക നിങ്ങൾ, -1/4 + 1/4 എന്തായിത്തീരും, 0 ആയിത്തീരും. ഓക്കെ, പിന്നെ ഇവിടെ വരുന്ന എന്താണ്, ഈ x² + x/1/4. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് എത്തിക്കണം, നമ്മുടെ a + b² എത്തിക്കണം. അപ്പോൾ a + b² അല്ലേ, ഇതൊക്കെ പ്ലസ് ആയതുകൊണ്ട് a + b² ആയിരിക്കും വരിക. a + b² = a² + b² + 2ab അല്ലേ, +2ab ആണ്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഓർഡർ തെറ്റിച്ചാൽ എന്താണ്, a² + 2ab + b². എങ്ങനെ എഴുതാം? ഓക്കെ, ഇത് പോട്ടെ. a² + 2ab + b². അപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ,
ഈ ഒരു സാധനത്തിനെ നമുക്ക് ഇങ്ങനെ, അത് നിങ്ങളുടെ യുക്തിപരമായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. അതായത് പറഞ്ഞത് അധികം ചോദിക്കില്ല. അപ്പോൾ ഇതിനെ വേണം നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ എ എക്സ് ആണ്, ബി എന്താണ് 1/2 ആണ്. അപ്പോൾ എക്സ് എന്തായി മാറും? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി, 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1/2 പ്ലസ് എന്താണ് ബി സ്ക്വയർ 1/2ൻ്റെ സ്ക്വയർ. അപ്പോൾ എന്ത് വന്നു? എക്സ് സ്ക്വയർ പ്ലസ് 2ഉം ഈ 2ഉം വെട്ടിയെന്നാണ് എക്സ് പ്ലസ് 1/4. അതാണ് എന്ത് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, ഇതുവരെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്താണ്, ഇത് ഈ ഒരു സാധനം ആണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഇതിനെ ഏത് ഫോർമാറ്റിലേക്ക്, ഇങ്ങനെ നമ്മുടെ a+b ഹോൾ സ്ക്വയറോ അല്ലെങ്കിൽ a-b ഹോൾ സ്ക്വയറോ ആയിട്ട് എഴുതണം. ഓക്കെ, അത് നമ്മളൊന്ന് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതെന്താണ്, ആ ഒരു ഐഡൻറ്റിറ്റി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് അതിൻ്റെ LHSലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത്? ഇങ്ങനെയാണ് വരുന്നത് അല്ലേ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് എന്താണ് 2x + 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ സ്ക്വയർ ആദ്യം നമ്മൾ മാറ്റണം. സ്ക്വയർ മാറ്റണമെങ്കിൽ എന്താണ്, ഇതിന് റൂട്ട് ചെയ്താൽ മതി രണ്ട് ഭാഗത്തും. 0ൻ്റെ റൂട്ട് 0 തന്നെ. അപ്പോൾ എന്താണ് 2x + 1 ഇസ് ഈക്വൽ ടു 0. 2x നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ടെക്സ്റ്റിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ചെറിയൊരു ഇതുണ്ട്. ഇവിടെ ഇവർ വേറൊരു ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഇതിനെ a+b ഹോൾ സ്ക്വയറിലേക്ക് മാറ്റിയതാണ്. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നമുക്ക് നേരത്തെ കിട്ടിയത് എങ്ങനെയാണ്? എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ഭാഗത്ത് ഈ സ്ക്വയർ മാറ്റണം. അപ്പോൾ 0 എന്താണ് സ്ക്വയറും റൂട്ടൊക്കെ കണക്കന്നെ, രണ്ട് ഭാഗത്ത് റൂട്ട് ഇടുക. അപ്പോൾ ഇവിടെ എന്താണ് എക്സ് പ്ലസ് 1/2 ഇസ് ഈക്വൽ ടു 0. ആ സ്ക്വയർ അങ്ങ് പോയിക്കോളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ എക്സ് എന്തായി മാറും? ഈ പ്ലസ് 1/2നെ നമ്മൾ ഇങ്ങോട്ട് എടുത്താൽ -1/2 ആകും. ഓക്കെ, അതാണ് അതിൻ്റെ മെത്തേഡ് ഇവിടെ. പക്ഷേ ആ മെത്തേഡ് ചെയ്യാതെ ഇതിനെ ഡയറക്റ്റ് ആയിട്ട് എന്തേക്കും, ഇതിനെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് ഈ 4x² + 4x + 1നെ നമുക്ക് ഈ പറയുന്ന a+b ഹോൾ സ്ക്വയറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം നമുക്ക്. നിങ്ങൾ നോക്കുക, അതായത് ഈ 4x² ഇതിലെന്താണ്, ഇവിടെ നമ്മൾ 2x + 1 എന്ന് എഴുതിയിട്ട് ഹോൾ സ്ക്വയർ ഇട്ട് എന്ന് കരുതുക. അപ്പോൾ ഇതിൽ a എന്താണ് 2x ആണ്, b 1 ആണ്. നോക്കിക്കഴിഞ്ഞാൽ ഈ a² + 2ab + b² ഇസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ പറയുന്ന നേരത്ത് എന്താ സംഭവിക്കുന്നത്? ഈ a² എന്താണ് 2x അല്ലേ, a 2x അല്ലേ. അപ്പോൾ എന്താണ് a² എന്താവും 4x² ആവും. ഇനി 2ab + 2 ഇൻറ്റു a എത്രയാണ് 2x, b എത്രയാണ് 1. ഓക്കെ, പ്ലസ് b², b എന്താണ് 1 ആണ്, 1². അപ്പോൾ 4x², 2 ഇൻറ്റു എക്സ് 4x ഇൻറ്റു 1, അപ്പോൾ 4x തന്നെ. അപ്പോൾ 4x² + 4x + 1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അവർ ഡയറക്റ്റ് ആയിട്ട് ഇതിനെന്ത് ചെയ്തു? ഇതിനെ ഇങ്ങനെ ഒരു a+b ഹോൾ സ്ക്വയറിലേക്ക് മാറ്റി. എന്നിട്ട് എന്താണ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. എന്നിട്ട് രണ്ട് ഭാഗത്തും സ്ക്വയർ റൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന ഇവിടെയുള്ള സ്ക്വയറിനെ കട്ട് ചെയ്തു. അപ്പോൾ എന്താണ് 2x + 1 ഇസ് ഈക്വൽ ടു 0. then 2x will be equal to -1, x will be equal to -1/2. ഇവിടെ ഒരു മെത്തേഡ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ആ ഒരു മെത്തേഡ് വെച്ച് ചെയ്യണം നിങ്ങൾ. കാര്യം എൻ്റെ കോഎഫിഷ്യൻ്റ് എല്ലാം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതൊന്ന് നോക്കട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അടുത്തൊരു വീഡിയോ ഓക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ, 4x² - 7x + 2 ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 4x² - 7x + 2 ഇസ് ഈക്വൽ ടു 0. ഇതാണ് എന്തുള്ളത് ഇക്വേഷൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് വെച്ചിട്ട് അല്ലേ, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഞാൻ പറഞ്ഞു, ഇതിനെ ശ്രീധേഴ്സ് മെത്തേഡ് എന്നും പറയും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്.
അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ഈ പറയുന്ന ഈ എക്സ് സ്ക്വയറിന് നേരെ വരുന്ന കോഎഫിഷ്യൻ്റ് ഇല്ലാതാക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ 4x² - 7x + 2 = 0 എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും എന്ത് ചെയ്യുക, എല്ലാത്തിനെയും 4 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. ഈ 4 എവിടെ നിന്നാണ് കിട്ടുന്നത്? എക്സ് സ്ക്വയറിന് നേരെ വരുന്ന കോഎഫിഷ്യൻ്റ് ആണെന്ത്? ഓക്കെ. അപ്പോൾ ഇവിടെ ഈ വരുന്ന 4 നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെയൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് വെട്ടിപ്പോവും, അതെന്താവും, x² ആവും. ഇവിടെ -7x/4 വരും. ഇവിടെ എന്താണ് ഈ പറയുന്ന 2/4 എന്തായി മാറും, അത് 1/2 വീണ്ടും ചെറുതാക്കാം. ഇവിടെ 0/4 എന്താണ്, അത് 0 തന്നെയാണ്. ഇങ്ങനെ കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ x² - 7/4x ഇതിനെന്ത് ചെയ്യുക, RHSലേക്ക് മാറ്റുക, -1/2. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന എക്സിന് നേരെയുള്ള കോഎഫിഷ്യൻ്റ് നിങ്ങൾ മാറ്റി എഴുതുക. അതിനെന്ത് ചെയ്യുക, ഹാഫ് ചെയ്യുക. അതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 7/8. ഓക്കെ. ഈ 7/8 എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. അപ്പോൾ 49/64. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയത് x² + 7/4x = -1/2. നമുക്ക് നേരത്തെ ഇവിടെ 49/64 കിട്ടി അല്ലേ? ഈ കോഎഫിഷ്യൻ്റ് എടുത്ത് സ്ക്വയർ ചെയ്തിട്ട് അതിനെന്ത് ചെയ്യാം, ഇവിടെയും ആഡ് ചെയ്യാം, ഇവിടെയും ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ x² + 7/4x + 49/64 = 49/64 - 1/2 എന്ന് ചെയ്താൽ മതി അല്ലേ? ഒക്കെ കണക്ക് തന്നെ. ഇവിടെ ആഡ് ചെയ്താലും മൈനസ് ചെയ്താലും കണക്ക് തന്നെ. അപ്പോൾ താഴെ നമുക്ക് എങ്ങനെ വരും, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ 64 താഴത്തേക്ക് എടുത്താൽ മതി. വലിയ സംഖ്യ ആകുമ്പോൾ മൾട്ടിപ്ലൈ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ അങ്ങോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. 64 ഈ 2 എത്ര പ്രാവശ്യം പോവും, 64 2 32 പ്രാവശ്യം പോകും. ഇവിടെ 32 എന്ന് എഴുതുക, ഇവിടെ വന്ന് 49, അതേപടി മുകളിലേക്ക് എഴുതിയാൽ മതി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പോൾ ഇങ്ങനെ കിട്ടി നമുക്ക്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് എത്ര വരും, 17/64. അതായത് ഈ RHSൽ വന്നതാണ്. അപ്പോൾ ഇതിനിപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് എഴുതാം. ഇപ്പോൾ നെക്സ്റ്റ് പേജിൽ വരുന്നത് എന്താണ്, x² - 7/4x + 49/64 = 17/64. ഓക്കെ. അങ്ങനെ കിട്ടി. അത് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷനെ നമ്മൾ a + b² അല്ലാന്നുണ്ടെങ്കിൽ a - b² കൺവേർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ അത് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് എക്സ് ആയിരിക്കും അല്ല, ഒന്ന് എക്സ് ആണ്. ഇവിടെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇതെന്താ വരുന്നത്, നിങ്ങൾ ചെയ്യേണ്ട സിമ്പിളാണ്. ഇത് എക്സ് ആണ്, ഇത് 49/64 ആണ്. അപ്പോൾ എക്സിൻ്റെ റൂട്ട് എന്താണ്, എക്സ് ആണ്. 49/64 സ്ക്വയർ റൂട്ട് എന്താ വരിക, 7/8 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഒരു മൈനസ് വന്നതുകൊണ്ട് ഇവിടെ മൈനസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഇത് സ്ക്വയർ ചെയ്താൽ എന്താ വരുന്നത്, ഇത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ഇത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക നമുക്ക് നോക്കാം. ഒന്നെന്ത് വരും, നമ്മൾ അറിയാം a - b² ഇക്വേഷൻ എന്താണ്, ഐഡൻറ്റിറ്റി എന്താണ്, a² - 2ab + b² ആണ്. ഇവിടെ a ഇതാണ്, b ഇതാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, x² - 2 × x × 7/8. അപ്പോൾ 8ഉം 2ഉം ഇവിടെ 4 വരും അല്ലേ. പിന്നെന്താ വരുന്നത്, പ്ലസ്
7/8 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെ ആയിട്ട് വരും അത് എക്സ് സ്ക്വയർ മൈനസ് 7/4x പ്ലസ് 49/64 അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇവിടെ മൈനസ് നോക്കുകയാണെങ്കിൽ എന്ത് വരും? a മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ പ്ലസ് ആണെങ്കിൽ എന്ത് വരും? ഓക്കെ, പ്ലസ് ആണെങ്കിൽ എന്ത് വരും? a പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ a എപ്പോഴും ഈ എക്സ് സ്ക്വയർ ആയിരിക്കും, ബി എപ്പോഴും ഇവിടെ വരുന്നത് അതിനെ സ്ക്വയർ റൂട്ട് ചെയ്താൽ കിട്ടുന്നതാണ് ബി വരിക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആദ്യം ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി തീരും? അതായത് എക്സ് മൈനസ് 7/8 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 17/64. അപ്പോൾ നമുക്ക് എന്താണ് ആ സ്ക്വയർ റൂട്ടിന് ആദ്യം ഒന്ന് മാറ്റണം, അല്ലെ ഈ സ്ക്വയറിനെ മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? എക്സ് മൈനസ് 7/8 അല്ലേ, അതിന് സ്ക്വയർ റൂട്ട് ചെയ്യും. ഇവിടെ എന്ത് ചെയ്യും? 17/64. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വന്നു? എക്സ് മൈനസ് 7/8 ഇസ് ഈക്വൽ ടു റൂട്ട് 17 ഒരു പെർഫെക്റ്റ് റൂട്ടില്ല. 16 4 ഉണ്ട്, പക്ഷേ 17 പെർഫെക്റ്റ് റൂട്ടില്ല. അപ്പോൾ റൂട്ട് 17/8 64 സ്ക്വയർ റൂട്ട് 8 ആണ്. ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി എന്താണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്? എന്താണ് എപ്പോഴും ചെയ്യേണ്ടത്? എക്സ് മൈനസ് 7/8 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എഴുതണം. ഒന്ന് ആഡും ചെയ്യണം, ഒന്ന് മൈനസും ചെയ്യണം. നമ്മൾ നേരത്തെ 0 ഇവിടെ വന്നത് കൊണ്ടായിരുന്നു. നേരത്തെ കേസിൽ ഇവിടെ 0 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 0 അല്ലെങ്കിൽ എന്താണ്? പ്ലസ് അല്ലെങ്കിൽ മൈനസ് എന്താണ്? റൂട്ട് 17/8. ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ വരികയാണെങ്കിൽ, എന്തെങ്കിലും ഒരു സംഖ്യ വരികയാണെങ്കിൽ പ്ലസ് ഓർ മൈനസ് എന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന നേരത്ത് ഒന്നുകിൽ എക്സ് എന്താവാം? എക്സ് ഈ പറയുന്ന റൂട്ട് 17 പ്ലസ് റൂട്ട് 17 7/8 ആകാം. അല്ല എന്നുണ്ടെങ്കിൽ എക്സ് വിൽ ബി റൂട്ട് 17 മൈനസ് 7/8. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാണ്ട് പറഞ്ഞത് അതേപടി ഒന്ന് കോപ്പി എടുത്ത് വെക്കുക. ചോദ്യം എങ്ങനെയായിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് എപ്പോഴും ആശ്രയിക്കുന്നത് അതാണ് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. കാര്യം പെർഫെക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അല്ല കൊടുക്കുക. കാര്യം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഇടയ്ക്കിടയ്ക്കുള്ള സാധനങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. എത്രയോ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടാണ് എവിടേക്കൊക്കെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളെന്താ ചെയ്തത്? നമ്മൾ ആദ്യം ചെയ്ത കാര്യം നമുക്ക് എന്താണ്? ഇവിടെ കോഎഫിഷ്യൻ്റ് നമ്മൾ ഒഴിവാക്കുന്നു. അപ്പോൾ എല്ലാത്തിനും എന്ത് ചെയ്യുന്നു? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ എന്ത് വരും അപ്പോൾ? അതായത് 4x²